ചില വീഡിയോകളൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളോട് പറയുമ്പോഴോ ചിലപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവാം, വെറുതെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കണ്ട കേട്ടോ, ഇതൊരു പ്യുവർ മോട്ടിവേഷൻ, അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന്. ഈ മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ആവും. എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? എൻ്റെ ഒരു ഫീൽ ഞാൻ പറയാം. കാരണം ഞാൻ 10-25 വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആളാണ്. മോട്ടിവേഷൻ മേഖല എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ അതിൻ്റെ സയൻറ്റിഫിക് സൈഡിലേക്ക് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വളരെ വ്യക്തമാണ്. നമ്മൾ മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ ഒരു യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ സംവദിക്കുന്നത് എന്തുകൊണ്ടാണ്? മോട്ടിവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സംവദിക്കാൻ പറ്റില്ല. മോട്ടിവേഷൻ ഇല്ലാതെ നമ്മളൊന്നും ചെയ്യില്ല. പക്ഷേ മറ്റൊരാൾക്ക് മോട്ടിവേഷൻ തരാൻ പറ്റുമോ? എൻ്റെ ഒരു സെഷൻ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കൂടായികയില്ല, ആവാം. കാരണം എനിക്ക് പുറത്തുനിന്ന് ചെയ്യാവുന്ന ഇൻസ്പയർ ചെയ്യാനേ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രിവൺ ടുവേർഡ്സ് എ ഗോൾ എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് ഡ്രിവൺ ആകുക എന്നുള്ളതാണ് മോട്ടിവേഷൻ. അത് പുറത്തുനിന്ന് ഒരാളെ നിങ്ങളെ തള്ളാൻ പറ്റില്ല. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാം, മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യാം. മോട്ടിവേഷൻ ഉണ്ടാവേണ്ടത് ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ആരാണ് മോട്ടിവേറ്റഡ് ആവുന്നത്? എത്ര വലിയ സെഷൻസ് അറ്റൻഡ് ചെയ്താലും, എത്ര വലിയ മോട്ടിവേഷൻ സ്പീക്കർ വന്ന് സെഷൻസ് അറ്റൻഡ് ചെയ്താലും, അല്ലെങ്കിൽ നിങ്ങൾ കുറേ പൈസ മുടക്കി ഒരു മോട്ടിവേഷണൽ പ്രോഗ്രാം, ഇപ്പോൾ എൻ്റെ റൈസപ്പ് പോലുള്ളൊരു പ്രോഗ്രാമിന് വന്നിരിക്കുകയാണ്. ഒരു പ്യുവർ പ്ലേ മോട്ടിവേഷൻ പ്രോഗ്രാം അല്ല, അതിനകത്ത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിലും അവിടെ വന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടണമെങ്കിൽ നിങ്ങൾ മോട്ടീവുള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ലക്ഷ്യമുണ്ടാവണം. ആ മോട്ടീവ് ഉള്ള ഒരാൾക്ക് മാത്രമേ മോട്ടിവേറ്റഡ് ആവാൻ പറ്റൂ. അപ്പോൾ മോട്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ മോട്ടീവ് ഉണ്ടായാൽ മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഒരു മോട്ടീവ് ഉള്ള ഒരാൾ മോട്ടിവേറ്റഡ് ആയിരിക്കും, പ്രൊവൈഡഡ് അയാൾക്കൊരു ഇൻസ്പിറേഷൻ, അയാൾക്ക് പറ്റുന്ന ഒരു സാഹചര്യവും അതിന് പറ്റുന്ന തരത്തിലുള്ള അയാളെ ഒന്ന് പ്രചോദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും മോട്ടിവേഷണൽ ട്രെയിനിങ്ങുകളും തീർച്ചയായിട്ടും ബെനിഫിഷ്യലാണ്, പ്രൊവൈഡഡ് നിങ്ങൾക്കൊരു മോട്ടീവ് ഉണ്ടെങ്കിൽ. ആകെ കൂടിയുള്ള ഒരേ ഒരു പ്രശ്നം, ഒരു പെരിഫറൽ ലെവലിൽ ഇങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ലോകത്ത് ആർക്കും ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള തത്വചിന്തകളൊന്നും വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, കാരണം ഞാൻ പണ്ട് പ്യുവർ മോട്ടിവേഷൻ ചെയ്തിരുന്നൊരു കാലമുണ്ട്, എനിക്കൊന്ന് ഏർലി 2000-ലൊക്കെ. അതിനുശേഷം എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കുറയുന്നു എന്നുള്ളതും, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നോർമൽ ലൈഫ് നമ്മളെ ഹിറ്റ് ചെയ്യുമെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ ന്യൂറോ സയൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് മനുഷ്യരിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയും മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുകയും തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, തോട്ട് റിട്രീറ്റ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഡിസൈൻ ചെയ്തു. ഈ പ്രോഗ്രാമുകളിൽ നിന്ന് നല്ല റിസൾട്ട് ആൾക്കാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് അത് പ്യുവർ മോട്ടിവേഷൻ അല്ലാത്തത് കൊണ്ടാണ്. അത് കുറേ കൂടി അവർക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനകത്തുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു മോട്ടീവ് ഉണ്ടാവുക, 2 അത് ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് എനർജി കിട്ടുന്നത് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനിൽ നിന്നല്ല, അത് കിട്ടിയെന്ന് വരാം, അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു എനർജി എടുത്തുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം ആക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, അവിടെ നിന്നാണ് നിങ്ങൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? മൂവ്മെൻറ്റ്. മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റൂ. നമ്മളൊരു ആക്ഷൻ, മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷനിൽ ഉണ്ടാവണം. വെറുതെ ഒരിടത്ത് ചടഞ്ഞിരുന്നാൽ നമ്മുടെ ഉള്ള എനർജി കൂടെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കായിട്ട് നോക്കിയാൽ ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടുന്നു, നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നു, ദെൻ വി പുട്ട് ഇൻ ടു ആക്ഷൻ. അവിടെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക.